ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം. യുദ്ധകാന്ഡം. ഹനുമാന്റെ മുഖത്ത് നിന്ന് സീതാവൃത്താന്തത്തെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനും മറ്റ് വാനരശ്രേഷ്ഠന്മാരും അനന്തരകരണീയത്തെക്കുറിച്ച് ചിന്താമഗ്നരായി. മഹാപ്രതാപശാലിയും ശക്തനുമായ രാവണന്റെ അഗമ്യമായ കോട്ടയ്ക്കുള്ളിൽ സീതയുണ്ടെന്നറിഞ്ഞതുകൊണ്ടെന്ന് പ്രയോജനമാണ്. ചപലന്മാരായ വാനരന്മാരെയും കൂട്ടി അവിടെ എത്തിച്ചേരുകയെന്നത് തന്നെ വിഷമം. 100 യോജന വിസ്താരമുള്ള മഹാഭയങ്കരമായ സമുദ്രം കടന്നു വേണം അവിടെ എത്താൻ. എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേർന്നു എന്നിരിക്കട്ടെ, അതുകൊണ്ടും എന്ത് പ്രയോജനം? ബലവാന്മാരായ രാക്ഷസന്മാരെയോ രാക്ഷസ ചക്രവർത്തിയായ രാവണനെയോ ആർക്ക് ജയിക്കാൻ കഴിയും? ലങ്കയിലെത്തിച്ചേർന്നാൽ രാക്ഷസന്മാരെ കൊണ്ട് വാനരന്മാരെ കൊല്ലിക്കാമല്ലാതെന്ത് പ്രയോജനം? അതിനാൽ സീത ലങ്കയിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടും വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ആഞ്ജനേയന്റെ സമുദ്രലംഘനാദി സാഹസം പോലും വെറുതെയായി തീർന്നു എന്ന് പറയണം. എന്നിങ്ങനെ പലതും ചിന്തിച്ച് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ എല്ലാവരും നിരാശന്മാരായിരുന്നപ്പോൾ ഹനുമാനും സുഗ്രീവനും കൂടി ധീരവാക്യങ്ങളെ കൊണ്ട് അവരെ എല്ലാപേരെയും ഉത്ബുദ്ധന്മാരും ഉത്സാഹഭരിതന്മാരുമാക്കി. ലങ്കയിലുള്ള രാക്ഷസ സൈന്യത്തിൻ്റെ 4ൽ 1 അംശത്തെയും പ്രബലന്മാരായ ചില രാക്ഷസ പ്രമാണിമാരെയും ഹനുമാൻ ഒറ്റയ്ക്ക് തന്നെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥിതിക്ക് സംഖ്യയറ്റ വാനരസേന ലങ്കയിൽ കടന്നാൽ പിന്നത്തെ സ്ഥിതി എന്താണ്? നിമിഷ നേരം കൊണ്ട് രാക്ഷസന്മാരെയും രാവണനെയും കൊന്ന് ലങ്ക പിടിച്ചടക്കി സീതാദേവിയെയും കൊണ്ട് മടങ്ങാം. പിന്നെ സമുദ്രം കടക്കുന്ന വിഷയത്തിലും പരിഭ്രമിക്കാനില്ല. ഒരു ഉപായം കൊണ്ട് സാധിക്കാത്ത പക്ഷം വീരന്മാരും ധീരന്മാരുമായ വാനര ശ്രേഷ്ഠന്മാർ മറ്റുള്ളവരെ ചുമലിലെടുത്ത് ചാടി അക്കരെ പറ്റും. അതിനാൽ ഒന്നുകൊണ്ടും നിരാശപ്പെടാതെ ഉത്സാഹത്തോടുകൂടി വേഗത്തിൽ ലങ്കയിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുകയാണ് വേണ്ടത് എന്നൊക്കെയാണ് സുഗ്രീവന്റെയും മറ്റും ധീരവചനങ്ങൾ. വാനരശ്രേഷ്ഠന്മാരുടെ ഉത്സാഹവും ധൈര്യവും കണ്ടപ്പോൾ ഭഗവാന് സന്തോഷമായി. അപ്പോൾ തന്നെ ലങ്കയിലേക്ക് പുറപ്പെടാൻ കൽപ്പന കൊടുത്തു. എണ്ണമില്ലാത്ത വമ്പിച്ച വാനരസേനയും സേനാനായകന്മാരും ശ്രീരാമ ലക്ഷ്മണന്മാരും സുഗ്രീവാദികളും എല്ലാവരും ലങ്കയിലേക്ക് യാത്രയായി. ഈ സമയത്ത് ലങ്കയിലും ചില കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീതാദേവിയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ തന്നെ ആപ്തന്മാരായ പലരും മഹാരാജാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രവൃത്തി തെറ്റായിപ്പോയി, ഇത് കാരണത്താൽ പല ആപത്തുകളും വന്നു ചേരാം. അതുകൊണ്ട് കഴിവ് വേഗത്തിൽ സീതാദേവിയെ മടക്കിക്കൊടുത്ത് ശ്രീരാമനുമായി സന്ധി ചെയ്യുകയാണ് നല്ലതെന്ന്. പക്ഷേ പ്രതാപശാലിയായ രാക്ഷസ ചക്രവർത്തിയുണ്ടോ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് വഴങ്ങാൻ പോകുന്നു? അതിനുശേഷം ഓരോ ദിവസവും എന്നോണം പല അനിഷ്ടങ്ങളും രാവണന് പ്രത്യേകമായും രാക്ഷസ വംശത്തിന് പൊതുവേയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മഹാരാജാവിൻ്റെ നീചമായ അധർമ്മത്തിൻ്റെ ഫലമാണ് ഇത്തരം അനുഭവങ്ങളെന്ന് ധാർമ്മികന്മാർ പറയാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ഒരു വാനരൻ്റെ വരവുണ്ടായത്. അവൻ എന്തെല്ലാം അനർത്ഥങ്ങളാണ് വരുത്തി തീർത്തതെന്നതിന് കണക്കില്ല. അനേകം പ്രബലന്മാരായ രാക്ഷസന്മാരെ കൊന്നു. ചക്രവർത്തിയെ പ്രത്യക്ഷത്തിൽ അപമാനിച്ചു. അവസാനം പട്ടണം മുഴുവൻ ചുട്ടുമുടിച്ചാണവൻ പോയത്. ത്രൈലോക്യം മുഴുവൻ ജയിച്ച രാവണന്റെ എല്ലാ ശക്തികളുടെയും മധ്യത്തിൽ വെച്ച് വെറും ഒരു വാനരന് ഇത്രമാത്രം പരാക്രമം കാണിക്കാറാവണമെങ്കിൽ എത്രത്തോളം ജ്യേഷ്ഠ ബാധിച്ചു ലങ്കയിൽ. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും വന്ന ധാർമ്മികന്മാരായ രാക്ഷസന്മാർ പലരും പല പ്രകാരത്തിൽ രാവണനെ ഉപദേശിച്ചു നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. ശ്രീരാമൻ സൈന്യങ്ങളോടുകൂടി ഉടനെ യുദ്ധത്തിന് വരുമെന്നും അപ്പോൾ രാക്ഷസ വംശം തന്നെ നശിക്കാൻ ഇടയായിത്തീരുമെന്നും പറയാൻ തുടങ്ങി ജനങ്ങൾ. ഭയം, ഭയം, സർവത്ര ഭയം. ലങ്കയിലെ രാക്ഷസ ജനതയുടെ പൊതുജീവിതത്തെ ഒട്ടാകെ പിടിച്ചുകുലുക്കി പ്രാണഭയം. ഇന്നോ നാളെയോ രാമനും വാനരന്മാരും വരുമെന്നും രാക്ഷസ സമുദായം മുഴുവൻ തന്നെയും കൊല്ലപ്പെടുമെന്നും തങ്ങൾ കേവലം അശരണരായി കഴിഞ്ഞുവെന്നുമുള്ള ഭീതി സകല ജനങ്ങളുടെയും ഹൃദയത്തിൽ ആളിക്കത്താൻ തുടങ്ങി. അറിഞ്ഞും അറിയാതെയും ഇഷ്ടം പോലെ പലതും പറഞ്ഞു പരത്തുന്നവരുടെ നാനാവിധങ്ങളായ അഭിപ്രായങ്ങളെ കേട്ട് ചക്രവർത്തിക്കും ആകപ്പാടെ തല പുകയാൻ തുടങ്ങി.
യുദ്ധം വേണ്ടിവരുമെന്ന് രാവണനും തീർച്ചപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാവുന്നതാണല്ലോ ബുദ്ധിപൂർവകമായ പ്രവൃത്തി. അതിനാൽ രാവണൻ ആര് പറഞ്ഞതും കേൾക്കാതെ തൻ്റെ സ്വന്തം അഭിപ്രായപ്രകാരം യുദ്ധകാര്യങ്ങളെ ആലോചിക്കുവാനുള്ള സഭ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കാൻ തുടങ്ങി. അവിടെയും പലർക്കും പല അഭിപ്രായങ്ങളാണ്. അതിനാൽ ഒരു കാര്യത്തിനും തീർപ്പ് ചെയ്യാൻ എളുപ്പത്തിൽ സാധ്യമല്ല. വൃദ്ധന്മാരും യുവാക്കന്മാരും ധാർമ്മികന്മാരും അധാർമികന്മാരും ധീരന്മാരും ഭീരുക്കളും പലരുമുണ്ട്. സഭയിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഏറ്റവും പ്രിയപ്പെട്ട 2 അനുജന്മാരുണ്ട് രാവണ ചക്രവർത്തിക്ക്, കുംഭകർണനും വിഭീഷണനും. അവർ ബലവാന്മാരും ബുദ്ധിശാലികളുമാണ് താനും. എന്നിരുന്നാലും അവർക്കും അഭിപ്രായങ്ങളിൽ പല വ്യത്യാസങ്ങളും അകൽച്ചയുമുണ്ട്. ആകപ്പാടെ മഹാരാജാവിൻ്റെ അഭിപ്രായങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളുമില്ലെന്ന് കണ്ടു സഭയിൽ. രാവണന് ക്രോധാഗ്നി ആളിക്കത്തി. യുദ്ധകാര്യാലോചന സഭയൊക്കെ പിരിച്ചുവിട്ട് എല്ലാവരെയും ആട്ടി ഓടിച്ചു. കാര്യാലോചനയും അതിനൊരു സഭയും ചില വൃദ്ധന്മാരുടെ മുരടിച്ച അഭിപ്രായങ്ങളും ഒന്നും ആവശ്യമേ ഇല്ലെന്ന് തീർച്ചപ്പെടുത്തി. തൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് എല്ലാവരും പ്രവർത്തിച്ചു കൊള്ളണമെന്ന് കൽപ്പിച്ചു. യുദ്ധം വേണമെന്നും രാവണനെയും സകല വാനരന്മാരെയും കൊന്നൊടുക്കണമെന്നും അതിനെല്ലാ സൈന്യങ്ങളും തയ്യാറായിരുന്നു കൊള്ളണമെന്നും കൽപ്പിക്കുകയും ചെയ്തു. രാമലക്ഷ്മണന്മാരും വാനര സൈന്യങ്ങളും ത്വരിതഗമനം ചെയ്ത് സമുദ്രക്കരയിൽ എത്തിക്കഴിഞ്ഞു. ജലഭൂതത്തിൻ്റെ അതിദേവതയായ വരുണദേവനെ സന്തോഷിപ്പിച്ചു. സമുദ്രത്തിൽ ചിറകെട്ടി അക്കരയ്ക്ക് നടന്നു പോകാനുള്ള അനുവാദം വാങ്ങി. അനന്തരം സേതുബന്ധനത്തിനുള്ള ശ്രമമായി. വളരെ വിദൂരത്തിൽ നിന്നും വലിയ വലിയ കല്ലുകളും മരങ്ങളും മലകളുമൊക്കെ പുഴക്കി വലിച്ചുകൊണ്ട് വരുവാൻ തുടങ്ങി കുറേ വാനരന്മാർ. വാനരസേനയിലെ ശില്പി നേതാവായ നളനെന്ന വാനരശ്രേഷ്ഠൻ്റെ മേൽനോട്ടത്തിന് കീഴിൽ പടുക്കാൻ തുടങ്ങി. സകല വാനരന്മാരും ഉത്സാഹത്തോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് തന്നെ സമുദ്രത്തിൽ ഭയപ്പെടാതെ അങ്ങേ കരവരെ നടന്നു പോകാവുന്ന ഉറപ്പുള്ള ഒരു സേതു ബന്ധിക്കപ്പെട്ടു. അതിനിടയിൽ രസകരമായൊരു കാര്യമുണ്ടായി. രാവണനൊരു നർമ്മ സജീവനുണ്ട്. ശുഗനെന്നാണ് പേര്. ആളൊരു ഭീരുവും വിഡ്ഢിയുമാണ്. ഒരു ദിവസം രാവണൻ അയാളെ വിളിച്ച് വാനര ചക്രവർത്തിയായ സുഗ്രീവനോട് തൻ്റെ ഒരു സന്ദേശം അറിയിച്ചു വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. രാവണൻ അറിയാം അയാൾ ഭീരുവാണ്. അതിനാൽ ശത്രു സൈന്യങ്ങളുടെ പാളയത്തിൽ പോയി സന്ദേശം അറിയിക്കാൻ ഭയമുണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് സാധിക്കുമോ എന്ന് ചോദിച്ചത്. ശുഗന് ശത്രു സൈന്യങ്ങളുടെ ഇടയിലേക്ക് പോകേണ്ട വർത്തമാനം കേട്ടപ്പോൾ തന്നെ ഭയമായി. എങ്കിലും അഭിമാനം രക്ഷിക്കാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ സന്ദേശവും പറഞ്ഞുകൊടുത്ത് പോയി വരാൻ പറഞ്ഞു. ശുഗൻ ധൈര്യത്തോടെ രാജധാനിയിൽ നിന്ന് പുറത്തു കടന്നുവെങ്കിലും മുന്നോട്ടുള്ള ഓരോ കാൽവയ്പിലും ഭയപ്പെട്ട് വിറക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു യുക്തി തോന്നി. ഭൂമിയിൽ കൂടെ വേണ്ട, ആകാശത്തുകൂടെ പോയി ആകാശത്തു നിന്ന് തന്നെ സന്ദേശം അറിയിച്ച് മടങ്ങാമെന്ന്. കുരങ്ങന്മാർക്ക് ആകാശത്തേക്ക് വരുവാൻ വയ്യല്ലോ. അതിനാൽ തനിക്ക് ആപത്തൊന്നും പറ്റാൻ വഴിയില്ലെന്ന് സമാധാനിച്ച് ധൈര്യത്തോടെ തൻ്റെ യോഗശക്തിയെ ഉപയോഗിച്ച് ആകാശത്തൂടെ മുന്നോട്ട് നീങ്ങി. വാനരപാളയത്തിൻ്റെ ഉപരിമണ്ഡലത്തിൽ നിന്ന് സുഗ്രീവനെ വിളിച്ചു. രാവണൻ്റെ സന്ദേശവാക്യങ്ങളെ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. അത് കേൾക്കേണ്ട താമസം കുട്ടിക്കുരങ്ങന്മാരിൽ ചിലർ മേൽപോട്ട് ചാടി ശുഗനെ പിടികൂടി പിടിച്ച് വലിച്ച് താഴോട്ട് കൊണ്ടുവന്നു. അവർ തലയ്ക്ക് 4 ഇടി കൊടുത്തു. ഭീരുവായ ശുഗൻ വാനരന്മാർ പിടിച്ചപ്പോഴേക്ക് തന്നെ അർദ്ധപ്രാണനായി. ഇടികിട്ടിയപ്പോൾ പ്രാണഭയം കൊണ്ടും വേദന കൊണ്ടും ആർത്തനായി ഉറക്കെ ഭഗവാനെ വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി കേട്ട് ഭഗവാൻ കുരങ്ങന്മാരുടെ പിടിയിൽ നിന്ന് ശുഗനെ രക്ഷിച്ച് തൻ്റെ അടുത്തു കൊണ്ടുവന്നിരുത്തി.